ആ സീസൺ കഴിഞ്ഞാൽ പിന്നെ മെയിൻ്റനൻസ് കാലമാണ്. കാരണം ആ മെയിൻ്റനൻസ് കാലത്തെ പരിചരണമാണ് നമുക്ക് അടുത്ത ആ സീസണിൽ ഉണ്ടാകുന്ന മാങ്ങയുടെ എണ്ണം തീരുമാനിക്കുന്നത്. മാവുകൾ കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുരു നട്ടു മുളയ്ക്കുന്ന മാവിൻ തൈകൾ പൂക്കാനും കായ്ക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് വർഷങ്ങളെടുക്കും. പൂത്തു നിൽക്കുന്ന അല്ലെങ്കിൽ കായ്ഫലം ഉറപ്പാക്കിയിട്ടുള്ള മാവിൻ്റെ കമ്പുകൾ ചെറിയ തൈകളിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന തൈകൾ 1-2 വർഷം കൊണ്ട് തന്നെ കായ്ഫലം നമുക്ക് ഉറപ്പ് വരുന്നുണ്ട്. ചെറിയൊരു തൈയാണ് നട്ടത്, ഇപ്പോഴും അധികം വലുതായിട്ടൊന്നുമില്ല, പക്ഷേ ഇതിൽ മാങ്ങ ധാരാളമായിട്ട് പിടിക്കുന്നുണ്ട്. 100 കൊല്ലം വേണേലും നിൽക്കും, കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 കൊല്ലമാണെങ്കിലും മാവ് നിൽക്കും. മാവിൻ്റെ നോർമൽ ലൈഫ് എത്രയാണോ അത്രയും. ടെറസിലായതുകൊണ്ട് കുറവൊന്നും പറ്റില്ല. നമ്മൾ നട്ട് പരിപാലിച്ച് അത് വളർന്നു വരുന്നത് കാണുന്നതും പിന്നെ പൂക്കുന്നതും കായ്ക്കുന്നതും നമുക്ക് വളരെയധികം സംതൃപ്തിയും സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ്. ചക്കരക്കുട്ടി എന്ന് പറയുന്ന ഒരു മാവിനമാണ് ഇത്. ബക്കനപ്പള്ളി എന്ന് പറയുന്ന ഒരു ആന്ധ്ര സ്വദേശിയായ മാവാണ്. ഇതിൻ്റെ മാങ്ങ വളരെ രുചികരമായിട്ടുള്ള ഒരു മാങ്ങയാണ്. അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് പുനാസ എന്ന മാവാണ്. ഇതും അന്യസംസ്ഥാനക്കാരനാണ്. കറി വയ്ക്കാനാണ്, പച്ചമാങ്ങയായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പഴുത്താലും നല്ല രുചിയുണ്ട്. ചെറിയ ഉണ്ട മാങ്ങകളാണ് ഇതിൽ ഉണ്ടാകുന്നത്. ചക്കരക്കുട്ടി എന്ന് പറയുന്ന ഒരു മാവിനമാണ്. നമ്മുടെ പഴയ നാടൻ മാങ്ങ. അതിന് നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ പുളിശ്ശേരിക്കൊക്കെ വേണം ഉപയോഗിക്കാവുന്ന നല്ല മധുരമുള്ള, വിളഞ്ഞ് കിട്ടാൻ കുറച്ച് കാലതാമസം വരുന്നുണ്ട്. കുറച്ച് സ്ലോയാണ്, പക്ഷേ നല്ല വലിപ്പം അത്യാവശ്യം വയ്ക്കുന്നുണ്ട്. ഒരു 200 ഗ്രാം ഒക്കെ തൂക്കം വരും. ഉരുണ്ട മാങ്ങയാണ് ഇത്. ചെറിയ ഒരു മാവ്, ചെറിയൊരു തൈയാണ് നട്ടത്, ഇപ്പോഴും അധികം വലുതായിട്ടൊന്നുമില്ല, പക്ഷേ ഇതിൽ മാങ്ങ ധാരാളമായിട്ട് പിടിക്കുന്നുണ്ട്. പൂ വന്നു കഴിയുന്നത് വളരെ തിക്കായിട്ടാണ് പൂ വരുന്നത്, വലിയ കൊലകളായിട്ട്. പക്ഷേ ആ മൊട്ടുകൾ വിരിയാനുള്ള സ്പേസ് ഇതിന് കിട്ടുന്നില്ല. അത് കുറച്ച് സ്പ്രെഡ് ചെയ്ത് വന്നാൽ നിറയെ മാങ്ങ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ എന്തോ പ്രത്യേകതയാണത്. അത് ഇപ്പോഴും അത് പൂത്തോണ്ടിരിക്കുകയാണ്. നമുക്ക് മാവിന് ഒരു സീസണുണ്ട് എപ്പോഴും. ആ സീസൺ കഴിഞ്ഞാൽ പിന്നെ മെയിൻ്റനൻസ് കാലമാണ്. കാരണം ആ മെയിൻ്റനൻസ് കാലത്തെ പരിചരണമാണ് നമുക്ക് അടുത്ത ആ സീസണിൽ ഉണ്ടാകുന്ന മാങ്ങയുടെ എണ്ണം തീരുമാനിക്കുന്നത്. എണ്ണം മാത്രമല്ല, അതിൻ്റെ ക്വാളിറ്റിയും തീരുമാനിക്കുന്നത്. ഈ ഒരു സീസൺ കഴിഞ്ഞിട്ടുള്ള അടുത്ത പൂക്കാലം വരെയുള്ള സമയത്ത് നമ്മൾ ഈ മാവിനെ എങ്ങനെ പരിചരിക്കുന്നു, എന്ത് വളപ്രയോഗം നടത്തുന്നു, അതിൻ്റെ അടിസ്ഥാനമാണ് അടുത്ത പൂക്കാലം, അടുത്ത വർഷത്തെ മാങ്ങ ഉണ്ടാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഈ സീസൺ കഴിഞ്ഞാൽ നമുക്ക് തിരിഞ്ഞു നോക്കണ്ട എന്ന അർത്ഥമൊന്നുമില്ല. നമ്മളെപ്പോഴും കോൺസ്റ്റൻ്റായിട്ട് ഇതിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. ഇത് ബക്കനപ്പള്ളി എന്ന് പറയുന്ന ഒരു ആന്ധ്ര സ്വദേശിയായ മാവാണ്. ഇത് ഞാൻ കൊണ്ടുവന്ന് നട്ടിട്ട് ഒരു 3 വർഷമായിട്ടുണ്ട്. ആന്ധ്രയിൽ നിന്ന് വരുത്തിയതാണ്. ഇതിൻ്റെ മാങ്ങ വളരെ രുചികരമായിട്ടുള്ള ഒരു മാങ്ങയാണ്. ഇതിൽ ഈ വർഷം ആദ്യമായിട്ടാണ് ഇത് കായ്ച്ചത്. ഒരു 5-10 മാങ്ങ ഉണ്ടായിരുന്നു, എല്ലാം പറിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ശേഷിക്കുന്നത് ഇത് മാത്രമാണ്. ഇത് അത്യാവശ്യം വലിപ്പം വെച്ച് വരുന്നതേ ഉള്ളൂ, എന്നാലും നിറമൊക്കെ വന്നിട്ടുണ്ട്. മാവുകൾ കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുരു നട്ടു മുളയ്ക്കുന്ന മാവിൻ തൈകൾ പൂക്കാനും കായ്ക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് വർഷങ്ങളെടുക്കും. അതേസമയം പൂത്തു നിൽക്കുന്ന അല്ലെങ്കിൽ കായ്ഫലം ഉറപ്പാക്കിയിട്ടുള്ള മാവിൻ്റെ കമ്പുകൾ ചെറിയ തൈകളിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന തൈകൾ 1-2 വർഷം കൊണ്ട് തന്നെ കായ്ഫലം നമുക്ക് ഉറപ്പ് വരുന്നുണ്ട്. മാക്സിമം 3 വർഷം. അത്യാവശ്യം നന്നായിട്ട് പരിചരിച്ചാൽ 3ാമത്തെ വർഷം ഉറപ്പായിട്ടും കായ്ഫലം കിട്ടും. അത് മണ്ണിലായാലും കിട്ടും, ചട്ടിയിലായാലും കിട്ടും, ടെറസിലായാലും ഡ്രമ്മിലായാലും എല്ലാം കിട്ടും. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനങ്ങൾ മാത്രം ഒത്താൽ പോരാ. കുരു നട്ട് മുളപ്പിച്ചിട്ട് നമുക്ക് അതേ ഇനം തന്നെ വീണ്ടും കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല.
നമ്മൾ ഏതെങ്കിലും ഒരു ഇനം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ മാങ്ങാണ്ടി നട്ട് മുളച്ച് ഉണ്ടായാൽ ആ ഇനം ആയിരിക്കണമെന്നില്ല. ടെറസിൽ നടുന്ന മാവുകൾ എത്ര കാലം കായ്ക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനിത് തുടങ്ങിയിട്ട് 4 വർഷമേ ആയിട്ടുള്ളൂ. എനിക്കതിനൊരു കാലയളവ് പരിമിതപ്പെടുത്താനായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം സാധാരണ മാവ് പോലെ തന്നെയാണിത്, അതിൻ്റെ വലിപ്പ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളതിന് റീപ്ലാന്റ് ചെയ്യണം. ഒരു 2-3 വർഷം കൂടുമ്പോൾ റീപ്ലാന്റ് ചെയ്യുകയും അതിൻ്റെ വേരുകൾ കുറേയൊക്കെ കട്ട് ചെയ്ത് കളയുകയും അങ്ങനെ ഒരു പുതിയ വേരുകൾ അതിന് പൊട്ടി മുളച്ച് കഴിയുമ്പോൾ അത് പിന്നെ പുതിയ മാവായി. അതിന് കാലയളവ് പറയാൻ പറ്റില്ല. കാരണം 100 കൊല്ലം വേണേലും നിൽക്കും, കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 കൊല്ലമാണെങ്കിലും മാവ് നിൽക്കും. മാവിൻ്റെ നോർമൽ ലൈഫ് എത്രയാണോ അത്രേ. ടെറസിലായതുകൊണ്ട് കുറവൊന്നും പറ്റില്ല. ഇതൊക്കെ എൻ്റെ പ്രധാന കാർഷിക ആയുധങ്ങളാണ്, ടൂൾസ്. അത്യാവശ്യം ഇതിൻ്റെ ടാറ്റ ഉൽപ്പന്നങ്ങളുണ്ട്. ഇത് ചെറിയ ചട്ടി നിറയ്ക്കുമ്പോൾ അതിനൊരു ദ്വാരങ്ങളുണ്ടാവും. അപ്പോൾ ഇതവിടെ വെച്ചിട്ട് ഉള്ളിൽ വെച്ച് കൊടുത്തില്ലെങ്കിൽ വെള്ളം ഒഴുകി പോകുന്നതിൻ്റെ ഒപ്പം മണ്ണും കൂടി ഒഴുകിപ്പോകും. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓട്ട് കഷ്ണങ്ങൾ അവിടെ വെച്ച് കൊടുക്കും. അത് ഏതോ ചട്ടിയുടെ ഇപ്പോൾ മാറിയതാണ്. ഞാൻ റീപ്ലാന്റ് ചെയ്യണം ഇടയ്ക്ക്. ചില സമയത്ത് ചെറിയ ചട്ടികളിലുള്ളതൊക്കെ നമുക്ക് റീപ്ലാന്റ് ചെയ്ത് കൊടുക്കണം അത്യാവശ്യം. 18 ഇഞ്ച് ചട്ടി വരെ വലിപ്പം വയ്ക്കുള്ളൂ. അത് കൂടിയ ചട്ടി ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി. ആദ്യകാലത്ത് ചെയ്തത് മാത്രമാണ് ഈ ഡ്രമ്മിൽ നട്ടത്. ഇനി ഞാൻ ആ ഡ്രമ്മുകൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന മണ്ണ് ഞാനൊരു ചെറിയ മാറ്റം വരുത്താറുണ്ട്. അത്യാവശ്യം അത് വളപ്രയോഗം ഉള്ളതാണെങ്കിലും ഞാൻ അതിനകത്ത് കുറച്ച് ഉമിയോ അല്ലെങ്കിൽ ചകിരിച്ചോറോ കുറച്ചുകൂടി ആഡ് ചെയ്യാറുണ്ട്. കാരണം നീർവാർച്ച നമുക്ക് പ്രധാനമാണ്. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിൽക്കാതെ വെള്ളം വാർന്നു പോകുമ്പോഴാണ് എപ്പോഴും ഒഴുക്കുള്ള സ്ഥലത്ത് മലിനജലം അല്ലെങ്കിൽ മലിനജലമായി ഇപ്പോൾ അതുപോലെ ഒഴുക്കുള്ള സ്ഥലമായിരിക്കണം. വെള്ളം വാർന്നു പോകണം, അധികം വെള്ളം തങ്ങി നിൽക്കാൻ പാടില്ല. അപ്പോൾ ആ നീർവാർച്ച ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെയുള്ള സാധനങ്ങൾ, ചിലപ്പോൾ കരിയില പൊടിച്ചതായിരിക്കും, അങ്ങനെയുള്ളതൊക്കെ ചേർക്കും. ഇതിപ്പോൾ ഒരു കൃഷി കഴിഞ്ഞതായത്. ഈ ബോക്സ് ചീര അതുപോലെയുള്ള സാധനങ്ങൾ ഹ്രസ്വകാല വിളകൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും. കണ്ടോ, നല്ല ചൊരി മണൽ കണ്ട. ഇത് ഈർപ്പമുള്ള മണ്ണാണിത്, പക്ഷേ കട്ടയല്ല. അപ്പം ഇങ്ങനെയുള്ള മണ്ണാണ് നമുക്ക് ചീരയൊക്കെ ഇതൊക്കെ നനവുണ്ട്, നല്ല നനവുണ്ട്, പക്ഷേ ഉതിർന്ന് വീഴുന്നുണ്ട്. ഇങ്ങനെ വീഴണം. അപ്പോൾ ഇതിലൊഴിക്കുന്ന വെള്ളം എല്ലായിടത്തും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. കൂടുതലായി പോയാൽ അത് വാർന്നു പോവുകയും ചെയ്യും. ഇതിൽ നടാനായിട്ട് ഞാൻ മണ്ണ് ശേഖരിക്കുന്നത് നമ്മുടെ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ പുറകിൽ അഗ്രി ഹോൾട്ടി സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട്, ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടെ അത്യാവശ്യം കൃഷി സംബന്ധമായിട്ടുള്ള എല്ലാ എല്ലാ ഉപകരണങ്ങളും, മണ്ണും വളവും ചെടികളും എല്ലാം കിട്ടുന്നൊരു സ്ഥലമാണ്. അവിടെ നിന്നാണ് ഞാൻ മണ്ണ് വാങ്ങുന്നത്. അവിടെ ഒരു കൊട്ട മണ്ണിന് ഏകദേശം 100 രൂപ അവിടെ കൊടുക്കണം. അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് പുനാസ എന്ന മാവാണ്. ഇതും അന്യസംസ്ഥാനക്കാരനാണ്. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലാണ് ഇത് കൂടുതലുള്ളതെന്ന് തോന്നുന്നു. കൊണ്ടുവന്നത് ആന്ധ്രയിൽ നിന്നാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ നാട്ടിലെ മാവിൻ്റെ സീസൺ കഴിയുമ്പോഴാണ് ഇത് പൂത്തു തുടങ്ങുന്നത്. ഇതിപ്പോൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവിൻ്റെ സീസണല്ല, മാങ്ങയൊക്കെ അത്യാവശ്യം വിളവ് എടുക്കേണ്ട സമയമായി കഴിഞ്ഞു. ഈ സമയത്ത് ഇത് പൂത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം, നമുക്ക് മറ്റ് സമയത്തും കുറച്ച് മാങ്ങ കിട്ടാനുള്ള സീസൺ ഔട്ടായി കഴിയുമ്പോഴും ഇതിൽ മാങ്ങ കിട്ടും. പിന്നെ ഒരു ഉരുണ്ട മാങ്ങകളാണ്. കൂടുതലും കറി വയ്ക്കാനാണ്, പച്ചമാങ്ങയായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പഴുത്താലും നല്ല രുചിയുണ്ട്. ചെറിയ ഉണ്ട മാങ്ങകളാണ് ഇതിൽ ഉണ്ടാകുന്നത്. ഇതൊരു 2 വർഷം ആയ മാവാണ്. കഴിഞ്ഞ വർഷം കായ പിടിച്ചിരുന്നു. ഇപ്രാവശ്യം ഇപ്പോൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇനം പുതിയ മാവും നമ്മൾ നട്ട് പരിപാലിച്ച് അത് വളർന്നു വരുന്നത് കാണുന്നതും പിന്നെ പൂക്കുന്നതും കായ്ക്കുന്നതും നമുക്ക് വളരെയധികം സംതൃപ്തി, സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ്. ഇത് കേരളത്തിൽ അപൂർവമായി മാത്രം ഉണ്ടാവും പലയിടത്തും. എങ്കിലും പലർക്കും അറിയുക പോലുമില്ല, പേരറിയുക കൂടിയില്ല പുനാസ എന്നുള്ളത്. രത്ന എന്ന ഇനത്തിൽപ്പെട്ട ഒരു മാവാണിത്. ഈ ചട്ടിയിൽ നിൽക്കുന്നത്
ഈ രത്ന ഒരു ഹൈബ്രിഡ് ഇനമാണ്. നീലം മാങ്ങയും അൽഫോൻസോ മാങ്ങയും കൂടി ഹൈബ്രിഡ് ചെയ്ത ഒരു ഇനം മാങ്ങയാണ്. അതീവ മധുരം, അതീവ രുചികരമായിട്ടുള്ള ഒരു ഇനമാണ് ഈ രത്ന മാങ്ങ. നട്ടിട്ട് ഒരു 3 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് പൂത്തു, നിറയെ കായുണ്ടായിരുന്നു. ഈ വർഷവും പൂത്തു. അത് മാങ്ങയൊക്കെ ഇപ്പോൾ പറിച്ചു കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത് ഒന്ന് പൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് മാങ്ങ പറിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് പൂത്തിട്ടുണ്ട്. ഇത് സിന്ദൂരം എന്ന് പറയുന്ന ഒരിനം മാവാണ്. ഇത് വളരെ രുചികരമായ മാവാണ്, മാങ്ങയാണ്. ഇതിൻ്റെ ആ മാങ്ങയുടെ പ്രത്യേകത ഞെട്ടിൽ നിന്ന് ഊർന്നു വരുന്ന മാങ്ങയിലേക്ക് ഊർന്നു വരുന്ന ഒരു സിന്ദൂര വർണ്ണം. അത് മാങ്ങ ഇങ്ങനെ വിളഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ചെറിയ തൈ മേടിച്ച് ഞാൻ ഇതിനകത്ത് തുടങ്ങിയ ഫസ്റ്റ് ഞാനിവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നട്ട 3 ഡ്രമ്മുകളാണ് ഈ ഇരിക്കുന്നത്. അതിൽ നല്ലൊരു ഇനം മാങ്ങയാണ് സിന്ദൂര മാങ്ങ. ഇതിപ്പോൾ 3ാമത്തെ വർഷമാണ് കായ്ക്കുന്നത്. നട്ടിട്ട് ഒരു 4 വർഷമായി. 1 വർഷം കഴിഞ്ഞപ്പോഴേ ഇത് കായ്ക്കാൻ തുടങ്ങി.